ഇസ്തിഖാമയുടേതായിട്ട് നടന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് പോലെ വലിയൊരു മുന്നേറ്റം സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ആ ക്യാമ്പൊക്കെ ചെയ്തതെങ്കിലും യുഎഇയിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന മറ്റ് പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതായി വന്നപ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഖാമയെ യുഎഇയിൽ നയിക്കുന്ന സമുന്നതരായ നമ്മുടെ നേതാക്കന്മാര് ഈ വിഷയകമായി കൂലങ്കഷമായ ചർച്ച നടത്തുകയും ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധനം പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ നടത്താം എന്നതിനെക്കുറിച്ച് ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് മൂന്നോ നാലോ മണിക്കൂറുകൾ വെച്ച് വ്യത്യസ്തമായ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ആ വിഷയം നന്നായി ചർച്ച ചെയ്ത് ആ ക്യാമ്പ് കഴിയുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ആ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ തീരത്തക്ക രീതിയിൽ ക്ലാസുകളെ സംവിധാനിക്കലാണ് കുറച്ചുകൂടി ഭംഗി എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇസ്തിഖാമ ക്യാമ്പിന്റെ കഴിഞ്ഞ ക്യാമ്പിന്റെ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഗമം കൂടി നമ്മൾ തീരുമാനിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇസ്തിഖാമയിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ മാത്രമല്ല, ഇസ്തിഖാമ എന്ന് പറയുന്ന ഒരു വിങ് അത് ജനകീയമാവണം, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാമ്പിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. എല്ലാ പ്രവർത്തകരുടെയും മനസ്സിൽ ഇങ്ങനൊരു സാധനമുണ്ട് എന്നറിയണം. പക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓരോരുത്തരെ വിളിക്കുമ്പോഴും നിശ്ചിത ആൾക്കാർ നിർബന്ധമായിട്ടും എത്തണം എന്നൊക്കെ, അത് ഒരു സംസ്ഥാനത്ത് ഏകദേശം എത്ര ആൾക്കാരുടെ, ഒരു സംസ്ഥാനത്തിന് എത്ര ആൾക്കാരുടെ പ്രാതിനിധ്യം ഉണ്ടായാലാണ് പരമാവധി ഈ ലക്ഷ്യം സഫലമാവുക എന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞാണ്. പ്രാവശ്യം ഞാൻ അതിൽ വാശി പിടിച്ചിട്ടില്ല വിളിച്ചവരോടൊന്നും. കാരണം കുറച്ച് മുമ്പോട്ടിരുന്നു. ഉസ്താദുമാരൊക്കെ വരുമ്പോൾ നമ്മുടെ സദസ്സൊന്ന് ഭംഗിയായിക്കോട്ടെ, ആ ഒഴിഞ്ഞ കുറച്ച് മുമ്പോട്ടിരുന്നു. ഇനി വരുന്നവർ പുറകിലിരിക്കട്ടെ. അല്ല, വലിയ ആലിമീങ്ങളിൽ ഇങ്ങനെ പുറകെ പോയിട്ട് ഇരിക്കരുത്. ഇവിടെ വന്നോതാ മുന്നിൽ സീറ്റുണ്ട്, മുന്നിൽ സീറ്റുണ്ടല്ലോ. ഇതാ ഒന്ന് ആ മുന്നിലിരിക്കുന്നവർ അത് 2 കംപ്ലീറ്റ് ചെയ്താലേ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഒരാൾക്ക് ഇവിടെ ഇരിക്കാം മുന്നിൽ. ഇതാ അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നു. ഈ പ്രാവശ്യം ഇസ്തിഖാമയെ ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചപ്പോ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഗാസയാണ് വിഷയം. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വരണം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് പണിയെടുക്കണം എന്നെല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉസ്താദുമാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണ്. ഇവിടെ ബഹുമാന്യരായ നമ്മുടെ ചെയർമാൻ ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, നമുക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ വിഷയം നൽകാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതിനർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു മുഖ്ലിസീങ്ങളായ ദായികളിൽ അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.
അപ്പൊ അതങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലുള്ളതൊക്കെ തട്ടിക്കൂട്ടി ഒരു കടലാസിലേക്ക് രേഖപ്പെടുത്തി ഒരു നോട്ടാക്കി വന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയല്ല. ദിവസങ്ങളോളം ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ മുതാല ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വച്ച സാധനാണ് ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. ആ ഒരു എഫേർട്ടൊക്കെ നമ്മളും കൂടി മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വളരെ നന്നായി ആ കാര്യങ്ങൾ മനസ്സിലാക്കി വിഷയത്തെ വളരെ നന്നായി ഗ്രഹിക്കാൻ തയ്യാറാവണം. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പഠനങ്ങളും നമ്മുടെ മനനങ്ങളും നിന്നുകൂടാ. അതങ്ങനെ നിരന്തരമായി പോകണം. തെരുവുകളിൽ നടക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ അതേ സമയത്ത് വന്ന് പെടുകയാണ്. അത് നമ്മളല്ലാത്ത മറ്റ് പാവങ്ങളായ ആൾക്കാരും കേൾക്കുന്നുണ്ട്. അവർ കേൾക്കുന്നതിന് മുമ്പിലെ നമ്മളത് കേൾക്കാനും ആ വിഷയങ്ങളൊക്കെ നോട്ട് ചെയ്യാനും വീണ്ടും ഈ വിഷയത്തിലുള്ള ചർച്ചകൾ നമ്മുടെ ഇടയിൽ നടക്കുകയും അങ്ങനെ ഈ വിഷയത്തിൽ നല്ല മഹാരത്തുള്ള ഒരുപാട് ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് ഇപ്പോ തന്നെ നമ്മൾ UAE നാട്ടിലാണ് വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ പോയി UAE പ്രതിനിധികളാണ് പ്രസംഗിക്കുന്നത്. മുമ്പ് എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും പരിപാടി വെച്ചാൽ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വിളിക്കണം. അൽഹംദുലില്ലാഹ് അതൊരു വലിയ കാര്യമാണ്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ ഇവിടെ തന്നെ പ്രഗത്ഭരായ ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. UASKSF വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാ മേഖലകളിലും. ഏകദേശം കഴിഞ്ഞ ഈ 26-ാം തീയതി മുതൽ UAE-യിൽ ഇബാദിന്റെ ഒരു മയായിരുന്നു എല്ലാ മേഖലകളിലും. അന്തരീക്ഷം മൊത്തം ഇബാദിന്റെ ആൾക്കാരും ഇബാദിന്റെ ചർച്ചകളും ഒക്കെ ആയിരുന്നു. അൽഹംദുലില്ലാഹ് അതിലൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. കുറച്ച് ആൾക്കാർ നാട്ടിൽ നിന്ന് അതിനായി വന്ന് അത് മാത്രമായിട്ട് അവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. അതിന് ശരിക്കും ഇഹ്റാം കെട്ടി വന്നിരിക്കുകയാണ് അവർക്ക്. ഇന്ന് ഇസ്ലാമിക് ഫാമിലി ക്ലസ്റ്ററിന്റെ പരിപാടി ഇന്ന് വൈകുന്നേരം ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോ ഇസ്തിഖാമയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. UASKSFന്റെ വസന്ത കാലഘട്ടമാണ് എന്ന് വിശേഷിപ്പിക്കുമാർ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഇസ്തിഖാമയുടെ ഓരോരുത്തരും ഈ വിഷയം നന്നായി പഠിച്ച് നമ്മുടെ ക്വാളിറ്റി കൂടി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ മേഖലകളിലും വലിയ ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പ്രബോധകരും പ്രചാരകരും ആവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ട മരുന്നുകളൊക്കെ ഇസ്തിഖാമയുടെ ഇത്തരം വേദികളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര് അവര് നമുക്ക് വേണ്ടി പണിപ്പെടാൻ തയ്യാറാണ്, കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഈ കാര്യങ്ങളൊക്കെ ശേഖരിച്ച് റെഡിയാക്കി നമുക്ക് തരാൻ തയ്യാറാണ്. ഇത് സ്വീകരിക്കാൻ നമ്മൾ കുറച്ചുകൂടി ഈ കാണിക്കുന്നതിനപ്പുറത്ത് ഔത്സുക്യം കാണിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രാർത്ഥന നടത്തിയ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. മഹാനവറുകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ അഭിമന്യരായ വർക്കിംഗ് ചെയർമാൻ ബഹുമാന്യരായ സൽമാൻ അസ്ഹരി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആമുഖ പ്രഭ നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാഖവി ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ സമരഘോതയിൽ എല്ലാം മറന്ന് നമുക്ക് മുന്നിൽ ഒരു മുന്നണി പോരാളിയായി നിലനിൽക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഈ വഴിയിൽ ഒരുപാട് നാൾ നമുക്ക് നേതൃത്വം വഹിക്കാൻ അള്ളാഹു ഉസ്താദ് അവർക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് അവറുകളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തിഗാസ എന്ന് പറയുന്ന വിഷയം അവതരിപ്പിക്കുന്നത് ഇസ്തിഖാമയുടെ UAE നാഷണൽ കമ്മിറ്റിയുടെ അഭിമന്യരായ ആദരണീയരായ ചെയർമാൻ ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമി
ഉസ്താദ് അവറുകളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇവരെല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അതേപോലെ തന്നെ ഇവിടെ ബഹുമാന്യരായ നമ്മുടെ UAE നാഷണൽ SKSSFന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി ഉസ്താദ് അവറുകളുണ്ട്. ബഹുമാന്യരായ ഒരുപാട് നേതാക്കന്മാര്, അലവിക്കുട്ടി ഫൈസി ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തായില്ല അല്ലെ? നമുക്ക് മുമ്പേ ഈ പ്രസ്ഥാനത്തെ UAE-യിൽ ഈ രീതിയിൽ തഴച്ചു വളരാൻ സഹായിച്ച, ഇതിന് വളവും നൽകി ഈ പ്രസ്ഥാനത്തെ കാത്തുസൂക്ഷിച്ച ഒരുപാട് നേതാക്കന്മാര്, അവർക്കെല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ വ്യത്യസ്ത എമിറേറ്റ്സുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള, രാവിലെ അല്ലൈൻകാരൊക്കെ നേരത്തെ അവിടുന്ന് വിട്ടു, അതേപോലെ വിദൂരങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ, അജ്മാൻകാർ ആണ് ഇവിടെ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഫുജൈറയിൽ നിന്ന് ആൾക്കാർ ഇതിനു ചുറ്റും എത്തി ഇരിക്കുക. ആണ് وعلى آله وأصحابه الفائزين أما بعد. السلام. الله سبحانه وتعالى UAE നാഷണൽ SKSSFന്റെ ആദർശ വിങ് ഇസ്തിഖാമയുടെ ഇസ്തിഗാസ എന്ന വിഷയം അധികരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ക്യാമ്പിൽ പങ്കെടുത്ത നമ്മുടെ ഓരോ ആളുകളുടെയും ആദർശപരമായ വൈജ്ഞാനികമായ നമ്മുടെ ആഗ്രഹം, ദാഹം തീരുന്ന രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ്. ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു വീട്ടിലും ഖൈറും നിഅമത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പ്രവർത്തകർ ജോലി തിരക്കുകൾക്കിടയിൽ ഇതിന്റെ കഠിനാധ്വാനം ചെയ്തവരുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ അജ്മാനിൽ വെച്ച് വിശാലമായൊരു ക്യാമ്പ് നടത്തിക്കൊണ്ടാണ് UAE നാഷണൽ ഇസ്തിഖാമയ്ക്ക് അരങ്ങേറ്റം കുറിച്ചത്. അതിനുശേഷം കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചില്ല എന്ന് തീർത്തു പറയാൻ പറ്റില്ല. കാരണം നാട്ടിലെ പോലെ സ്വാതന്ത്ര്യം നമുക്ക് ഒരുപാട് പരിമിതികളും പരിധികളും നമുക്കുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
നാഷണൽ അടിസ്ഥാനത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നതൊരു സത്യമാണ്. സ്റ്റേറ്റ് കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ദുബായ് സ്റ്റേറ്റിന്റെ കീഴിൽ തറാവിയഹുമായി ബന്ധപ്പെട്ട്, മാല മൗലിദുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട് അതാത് സമയങ്ങളിൽ. ഈ ക്യാമ്പോടുകൂടെ ഇൻഷാ അല്ലാഹ് UAE നാഷണൽ ഇസ്തിഖാമയുടെ എല്ലാ മെമ്പേഴ്സും പരസ്പരം ഒരു ലിങ്ക് ഉണ്ടായിരിക്കണം. ലിങ്ക് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ സംശയം എഴുതി ചോദിച്ചിട്ടുള്ള ലിങ്കല്ല. ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നമ്മളൊരു ക്യാമ്പ് വെക്കുന്നത് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൽ സംബന്ധിച്ച ഓരോ ആളുകളും സംസാരിക്കാൻ പ്രാപ്തരായിരിക്കണം. ഇന്നത്തെ ഈ വിഷയത്തിലുള്ള ക്ലാസ് കഴിയലോടുകൂടെ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് അയാളുടെ വസ്വാസ് നീക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. സാധാരണ ഉണ്ടാകാറുള്ള ഒരു പതിവുണ്ട്, ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. ഒരു വിഷയത്തിൽ ഒരു ആദർശ ക്ലാസ് നടന്നാൽ നടത്തിയോ കുടുങ്ങാറാണ് പതിവ്. ക്ലാസ് കഴിഞ്ഞാൽ ഉസ്താദെ ക്ലാസ് വളരെ ഉഷാറായി, ഉസ്താദെ നമ്പർ എത്രയും നിൽക്കും. ഇതിൽ തന്നെയല്ലേ വാട്സപ്പ് ഒന്ന് കൊടുത്തതിന്റെ ശേഷം പിന്നെ കുടുങ്ങലാണ്. വാട്സപ്പില് ഇതിനൊരു മറുപടി പറഞ്ഞുതരുമോ, ഇതിലൊരു മറുപടി പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ അതിൽ വലിയ കാണുമ്പൊന്നുമില്ല. നമ്മൾ സ്വയം ഇത്തരം വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ശേഷി നേടിയെടുക്കണം. അതാണ് ഇത്തരം ക്യാമ്പ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോഴത് വിജയിക്കുള്ളൂ. ആള് കൂടിയോണ്ട് മാത്രം കാര്യമല്ലല്ലോ. അതിനാണ് നിങ്ങളുടെ കയ്യിലൊക്കെ പേപ്പറും പെന്നൊക്കെ തന്നിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഉദ്ദേശിച്ചിരുന്നു, അത് നടക്കാതെ പോയതാണ്. ഒരു ചെറിയ കൈപുസ്തകം ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾക്കും കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അത് കൊടുത്താൽ ക്ലാസ് ശ്രദ്ധിക്കൂല എന്നൊരു പേടിയുണ്ടായിരുന്നു. ഇതൊക്കെ പുസ്തകത്തിലുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഇരിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഏതായാലും ആ പുസ്തകം ഇപ്പൊ തരാൻ സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു ആലോചന ഉണ്ട്. സാധിക്കുന്ന ആളുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് വിഷയങ്ങളെ പഠിക്കുക, എഴുതി വെക്കേണ്ടതൊക്കെ എഴുതി വെക്കുക. ഓരോ നാട്ടിലും പ്രാദേശിക അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന രീതിയിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓന് പ്രത്യേകിച്ച് ആളുകളുടെ ഇടയിൽ എണീറ്റ് നിൽക്കാൻ ഒരു ഇതൊന്നും ഇല്ലാത്ത, അതിനുള്ള ചോയ്സ് ഇല്ലാത്ത ആളുകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക, എന്നിട്ട് അതിന്റെ അഡ്മിനാണ്. പക്ഷെ ഈ അഡ്മിനായിട്ട് അവനോട് ഇരിക്കുകയാണ്. ഇതിൽ വരുന്ന ചർച്ച നടത്തി വസ്വാസായി വരുമ്പോ പിന്നെ ജലീൽ ദാരിമി ഉസ്താദിനെ പോലത്തെ ആളുകളെ വിളിക്കുകയാണ്, അതിൽ ആഡ് ചെയ്യട്ടെ, ഇത് തൽക്കാലം ഈ മുസീബത്തൊന്നും തീരുന്നേ വരെ ഉസ്താദ് ഇരുന്നാൽ മതി എന്നൊക്കെ പറയാം. അപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെ കൊണ്ടും ഫേസ്ബുക്കിലുള്ള ക്ലിപ്പുകളെ കൊണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലർക്കും സംശയങ്ങൾ കൂടിയിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മുടെ വിദഈ കക്ഷികൾ, നമ്മുടെ മറുകക്ഷികളുടെ വിജയമല്ല, നമ്മുടെ പരാജയം തന്നെയാണ്.